സ്റ്റാർട്ട് ചെയ്യാം. എന്ന് പറയുമ്പോഴത്തേക്കിന് സോഷ്യോ പൊളിറ്റിക്കൽ റീഫോം മൂവ്മെന്റ്സ് ഇൻ കേരള എന്നുള്ള കേരള ഹിസ്റ്ററിക്കകത്തുള്ള ഒരു സെക്ഷനകത്തുള്ള രണ്ടാമത്തെ ക്ലാസ് ആണ് ഇത്. ഓൾറെഡി PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ച് പറയുന്ന ഒരു ക്ലാസ് ആണ്. അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ 5 തൊട്ട് വൈക്കം സത്യാഗ്രഹം വരെ എടുത്താണ്. ഇന്ന് ശുചീന്ദ്ര സത്യാഗ്രഹം തൊട്ട് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം വരെയുള്ള സെക്ഷൻസ് എടുക്കാം. ഞാൻ ഈ പറഞ്ഞ സോൾ സത്യാഗ്രഹം ഇൻ കേരള എന്ന സെക്ഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ മലബാർ വിപ്ലവം എന്നുള്ള സെക്ഷൻ ഇൻക്ലൂഡ് അല്ല കേട്ടോ. അത് രണ്ടും ഇല്ലെന്ന് ഓർത്തോണേ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കി, ഈ പറഞ്ഞ ശുചീന്ദ്രൻ സത്യാഗ്രഹത്തിന്റെ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. ഓർത്തോക്കെ 1926 ആണ് വർഷം. ഇതിന്റെ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട് എന്നാണെന്ന്. 19th February 1926 ആണ് ഇന്ന് നടന്നിരിക്കുന്നത്. ശുചീന്ദ്രം സത്യാഗ്രഹം നടന്ന ഡേറ്റ് എന്നാണ് 19 February 1926 ആണ്. ഈ സത്യാഗ്രഹത്തിന്റെ സെക്രട്ടറിയുടെ പേര് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനകത്ത്. ആരാണ്? ME നായിഡു. ME നായിഡു ആണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ സെക്രട്ടറിയുടെ പേരെന്താണ്? ME നായിഡു എന്നാണ് നോക്കിയിരിക്കുക. ഇനിയും വോളണ്ടിയർ ക്യാപ്റ്റനുണ്ട്, മുത്തുസ്വാമിയാണ് കേട്ടോ. മുത്തുസ്വാമിയാണ് എന്ത് ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആണ് ആര്? മുത്തുസ്വാമി. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം, ഈ പോയിന്റ്സ് ആദ്യം പഠിച്ചിട്ട് ബാക്കി പഠിക്കുക കേട്ടോ. അപ്പൊ എന്താണ് ശുചീന്ദ്രം സത്യാഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്കിന് 19 February 1926 നടന്നതാണ് നോക്കിയിരിക്കുക. അതിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു മുത്തുസ്വാമി. അവിടുത്തെ സെക്രട്ടറി ആയിരുന്ന ആര്? ME നായിഡു. അപ്പൊ ഇതാണ് ഈ പറഞ്ഞ ശുചീന്ദ്രം സത്യാഗ്രഹം. ഇനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, ഞാൻ ഈ പറഞ്ഞ വൈക്കം സത്യാഗ്രഹത്തിന്റെ കൂട്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്? നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹം. അത് കഴിഞ്ഞുള്ള നിവർത്തന പ്രക്ഷോഭം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറെ ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. നെക്സ്റ്റ് ആണ് എന്ത്? നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹം. ഇതിൽ ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗുരുവായൂർ സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ചോദിക്കും. എന്നാണ് നോക്കിയേ, നമുക്ക് 1 November അല്ലെ? 1 November 1931 ആണ് ഇത് നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്നാണ്? ഓർത്തിരിക്കുക, 1 November 1931 ആണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഇനി ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതാണ്. ഓർത്തിരിക്കുക, ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് എന്ത് ഒരു എന്താണ് നമ്മളെന്താണ് പറയുന്നത്, ജനഹിത പരിശോധന നടത്തിച്ച ഗുരുവായൂർ ടെമ്പിളില് എല്ലാ ഹിന്ദുക്കൾക്കും എൻട്രി അനുവദിക്കണം എന്ന് പറഞ്ഞ് നടന്ന സംഭവമാണ് ഈ പറഞ്ഞ ഗുരുവായൂർ സത്യാഗ്രഹം. ഈ ഗുരുവായൂർ സത്യാഗ്രഹം കാരണമാണ് ഒരു ജനഹിത പരിശോധന ആദ്യമായിട്ട് കേരളത്തിൽ നടക്കുന്നത്. അത് നടക്കുന്നത് പൊന്നാനി താലൂക്കിലാണ്. ക്വസ്റ്റ്യൻ ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ജനഹിത പൊന്നാനി താലൂക്ക്. ഒരു ജനഹിത പരിശോധന കേരളത്തിൽ നടക്കാൻ കാരണമായ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണത്? ഗുരുവായൂർ സത്യാഗ്രഹമാണ്. നടന്ന ഡേറ്റ് 1 November 1931 ആണ്. ഇനിയും ഈ ഗുരുവായൂർ സത്യാഗ്രഹം ഓർഗനൈസ് ചെയ്ത അസോസിയേഷന്റെ പേര് അറിഞ്ഞിരിക്കുന്നത് ആരാണ്? ഓർത്തിരിക്കുക, KPCC ആണ്. എന്താണ്? KPCC ആണ് എന്ത് ഗുരുവായൂർ സത്യാഗ്രഹം ഓർഗനൈസ് ചെയ്ത ഒരു കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? KPCC ആണ്. KPCCയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. എന്താണ്? കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി എന്നാണ്. എന്താണ്? കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി എന്നാണ് എന്ത് KPCC എന്ന് പറയുന്നത്. അപ്പൊ ഇവരാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം ഓർഗനൈസ് ചെയ്തത് KPCC ആണ്. ഇവരുടെ 5th മീറ്റിംഗിലാണ് ചോദിച്ചിട്ടാണ്. വടകരയിൽ വെച്ച് നടന്ന 5th മീറ്റിംഗിലാണ് എന്ത് പറയുന്നത്? ഈ പറഞ്ഞ ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ടെമ്പിൾ എൻട്രി എന്നൊരു സംഭവം ഇവര് പ്രഖ്യാപിക്കുന്നത് എന്നാണ്. ഇവരുടെ 5th മീറ്റിംഗ് ആണ്. KPCCയുടെ വടകരയിൽ വെച്ച് നടന്ന 5th മീറ്റിംഗിലാണ് ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ടെമ്പിൾ എൻട്രി, ക്ഷേത്രപ്രവേശനം എന്നൊരു ഐഡിയ ഇവര് അംഗീകരിക്കുന്നത്. തെറ്റിക്കരുത് കേട്ടോ. KPCC ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു 4-5 പേര് കറക്റ്റ് ഓർത്തിരിക്കുക. ഒരു 4-5 പേരുടെ പേര് കറക്റ്റ് അറിയേണ്ടതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുന്നതാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ലീഡർ ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? നമ്മുടെ K കേളപ്പനാണ് എന്ത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ലീഡർ. ആരാണ്? K കേളപ്പനാണ് നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ലീഡർ. തെറ്റിക്കരുത്. ഇനി ഞാൻ പറയുന്ന കേട്ടോണം. ഈ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി ഉണ്ടല്ലോ, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിമാര് തന്നെയായിരുന്നു K കേളപ്പനാണ്. തെറ്റിക്കരുത്. ഇതിന്റെ സത്യാഗ്രഹത്തിന്റെ ലീഡർ എന്ന് ചോദിച്ചാലും K കേളപ്പനാണ്. ഈ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ
സെക്രട്ടറിമാരായിരുന്നു ഓർത്തിരിക്കുക കെ കേളപ്പനാണ്. തെറ്റിക്കരുത്. ഇനിയും ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ചോദിക്കുകയാണ്, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ മന്നത്ത് പത്മനാഭനാണ്. തെറ്റിക്കരുത്. മന്നത്ത് പത്മനാഭൻ അല്ലേ? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭന്റെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ കേസിൽ ഞാൻ പറഞ്ഞു ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു ആര്? മന്നത്ത്. കേട്ടോ. എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു ആര്? നമ്മുടെ മന്നത്ത് പത്മനാഭൻ. നോക്കിയിരിക്കണം, തെറ്റിക്കരുത്. മറന്നു പോരുത്. കെ കേളപ്പൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ ലീഡറും സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയും ആര് തന്നെയായിരുന്നു? കെ കേളപ്പൻ ആയിരുന്നു. മന്നത്ത് പത്മനാഭൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ അധ്യക്ഷനായിരുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇത് NSSന്റെ കേസ് വരുമ്പോൾ ഇവരുടെ പൊസിഷൻ നേരെ തിരിഞ്ഞാ വരുന്നത്. NSSന്റെ പ്രസിഡന്റ് ആയിരുന്നു കെ കേളപ്പൻ, ഫസ്റ്റ് പ്രസിഡന്റ് ആണ് കേളപ്പൻ. മന്നത്ത് പത്മനാഭൻ എന്ന് പറഞ്ഞാൽ NSSന്റെ സെക്രട്ടറി ആയിരുന്നു. തെറ്റിക്കരുത്, തിരിഞ്ഞു പോകരുത്. ഒന്നും ഇത് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ മറ്റേ പഠിച്ചൊക്കെയാണെന്ന് പറഞ്ഞാൽ അത് പഠിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ആളുടെ പേരാണെന്ത്? സുബ്രഹ്മണ്യ തിരുമുമ്പ്. സുബ്രഹ്മണ്യ തിരുമുമ്പ്. ഈ പറഞ്ഞ എന്താണ്? കേരളത്തിലെ പാടുന്ന പടവാൾ എന്നൊക്കെ അറിയപ്പെടുന്നത് സുബ്രഹ്മണ്യ തിരുമുമ്പാണ്. പുള്ളി എന്തായിരുന്നു അറിയോ? ഈ പറഞ്ഞ ഗുരുവായൂർ സത്യാഗ്രഹ പ്രചരണ കമ്മിറ്റി ഉണ്ട്. എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹ പ്രചരണ കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ആര്? നമ്മുടെ സുബ്രഹ്മണ്യ തിരുമുമ്പ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓർത്തിരിക്കുക, തെറ്റിക്കാൻ പാടുള്ള പേരൊന്നും. ഗുരുവായൂർ സത്യാഗ്രഹ പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആയിരുന്നു ആര്? സുബ്രഹ്മണ്യ തിരുമുമ്പ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? അത് എല്ലാവരും പറയും ആരാണ്? AKG ആണ് അല്ലെ? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആണ് എന്ത്? വോളണ്ടിയർ ക്യാപ്റ്റൻ ആണ് ആര്? നമ്മുടെ AKG. തെറ്റിക്കരുത്. ഇവരുടെ പേരൊന്നും മറന്നു പോകരുത്. ഈ പറഞ്ഞ ഡേറ്റ് എല്ലാം കറക്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. ഇനിയും ഇതേ ഗുരുവായൂർ സത്യാഗ്രഹത്തില് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലീഡർ ആയിട്ടുള്ള സ്ത്രീ ആയിരുന്നു ആര്? ആര്യ പള്ളം. ആരാണ്? ആര്യ പള്ളമാണ് എന്ത്? ഗുരുവായൂർ സത്യാഗ്രഹത്തില് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ത്രീ ലീഡർ ആണ് ആര്? ആര്യ പള്ളം. നോക്കിയിരിക്കുക. ഈ പുള്ളിക്കാരിയുടെ ഒരു സംഘടനയുടെ പേരുണ്ട്. എന്താണ്? കാതുമുറി പ്രസ്ഥാനം. എന്താണ്? കാതുമുറി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ആര്യ പള്ളത്തിന്റെ ഒരു ഓർഗനൈസേഷൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇത്രയും പേര് കഴിഞ്ഞല്ലോ, തീർന്നിട്ടില്ല. ഇനിയും ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു പേരാണിത്. P കൃഷ്ണപിള്ള. ആരാണ്? P കൃഷ്ണപിള്ളയാണ് അടുത്ത ലീഡർ. നോക്കിയാൽ പുള്ളി എന്താണ്? ഈ പുള്ളിയുടെ ഓസ്ട്രേലിയ എന്താണെന്ന് അറിയോ? ഈ പറഞ്ഞിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണി മുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണനായിരുന്നു. അതാരാണ്? P കൃഷ്ണപിള്ളയാണ്. എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ മണി മുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണൻ ആരാണ്? P കൃഷ്ണപിള്ളയാണ്. അതുപോലെ തന്നെ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ, ഗുരുവായൂർ സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ക്രൂരമർദ്ദനമേറ്റ ആൾ ആര് തന്നെയാണ്? ഈ പറഞ്ഞിട്ടുള്ള P കൃഷ്ണപിള്ളയാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയാണ് ആദ്യമായിട്ട് ഗുരുവായൂരില് മണി മുഴക്കിയ അബ്രാഹ്മണൻ ആരാണ്? P കൃഷ്ണപിള്ളയാണ്. ഈ പറഞ്ഞിട്ടുള്ള കെ കേളപ്പൻ നമ്മുടെ എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ലീഡറായ, അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ എന്താണ് സെക്രട്ടറി ആയിരുന്ന കെ കേളപ്പൻ അനിശ്ചിത കാലത്തേക്ക് ഫാസ്റ്റ് ചെയ്ത ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി എന്നാണ് ഫാസ്റ്റിംഗ് ആരംഭിച്ചത് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എന്നാണ്? 21 സെപ്റ്റംബർ കേട്ടോ. 21 സെപ്റ്റംബർ. നോക്കി, ഈ പറഞ്ഞ 21 സെപ്റ്റംബർ 1932 എന്തോ ചെയ്യുന്നത്? കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുന്നത് കേട്ടോ. നിരാഹാര സത്യാഗ്രഹമാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഇൻഡിപെൻഡന്റ് ഫാസ്റ്റ് പുള്ളി സ്റ്റാർട്ട് ചെയ്ത അല്ലെങ്കിൽ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്? 21 സെപ്റ്റംബർ 1932. ഇനിയും വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ പറഞ്ഞ കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം എൻഡ് ചെയ്ത ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. എന്നാണത്? 2 ഒക്ടോബർ. 2 ഒക്ടോബർ 1932 എന്തോ ചെയ്യുന്നത്? ഈ പറഞ്ഞ കെ കേളപ്പൻ ഗാന്ധിജി പറഞ്ഞത് പ്രകാരം എന്തോ ചെയ്യുന്നുണ്ട്? നിരാഹാര സത്യാഗ്രഹം എൻഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനിയും എന്തോ വേണ്ടത്? നമ്മൾ പറഞ്ഞു പൊന്നാനി താലൂക്കിലാണ് എന്ത് നടന്നത്? ജനഹിത പരിശോധന നടക്കുന്നത്. ഇതിനകത്ത് 70% ആൾക്കാരും ഇതിനെ എന്താണ് എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂരിലെ എൻട്രി
നടത്താം, അത് അവർക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എന്ത് വരുന്നത് ഈ പൊന്നാനി താലൂക്കിൽ നടന്ന ജനകീയ പരിശോധനയുടെ റിസൾട്ട് വരുന്നത് നോക്കിയിരിക്കുക. എന്താണ് നമ്മൾ ഈ പറഞ്ഞായിരുന്നു, എന്താണ് സുബ്രഹ്മണ്യ തിരുമുമ്പിനെയാണ് പാടുന്ന പടവാള് വിളിക്കുന്നത് അല്ലെ. അത് EMS നമ്പൂതിരിപ്പാടാണ് എന്ത് സുബ്രഹ്മണ്യ തിരുമുമ്പിനെ പാടുന്ന പടവാളെന്ന് വിളിച്ചത്. അപ്പം മറന്നു പോകരുത്, ഈ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും, എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രവേശനം വേണം എന്ന് പറഞ്ഞ് നടന്ന ഒരു സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ ഗുരുവായൂർ സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ എന്നാണ് കേളപ്പൻ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള ഓരോരുത്തരുടെ പേരും തെറ്റിക്കാതെ പഠിക്കുക. P കൃഷ്ണപിള്ളയ്ക്ക് എപ്പോഴും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള സുചീന്ദ്രൻ സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് നിവർത്തന പ്രക്ഷോഭം പഠിക്കാം കേട്ടോ. നോക്കി നെക്സ്റ്റ് എന്താണ് നമ്മുടെ നിവർത്തന പ്രക്ഷോഭമാണ്. നിവർത്തന പ്രക്ഷോഭം 1932 ആണ് എന്ത് നമ്മുടെ നിവർത്തന പ്രക്ഷോഭം ഓർത്തിരിക്കുക. ചോദിച്ചിട്ടുള്ളതാണ് ഡേറ്റ്. നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് 1932 ആണ്. നിവർത്തനം എന്നുള്ള വാക്ക് കൊണ്ടുവന്ന 4 പേര് ചോദിച്ചിട്ടുള്ളതാണ്. IC ചാക്കോ ആണ്. ആരാണ്? IC ചാക്കോ ആണ് എന്ത് നിവർത്തനം എന്നുള്ള വാക്ക്. ഇത് അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് ആണ് ഇംഗ്ലീഷിലെ ഓർത്തിരിക്കുക. നിവർത്തനം എന്നുള്ള വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് IC ചാക്കോ ആണ്. നിവർത്തന പ്രക്ഷോഭത്തിനെ ലീഡ് ചെയ്ത എന്താണ് കമ്മിറ്റി ഏതാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭം സംഘടിപ്പിച്ചത് ആരാണ്, ഓർഗനൈസ് ചെയ്ത് ആരാണ് കുറച്ച് ചോദിച്ചാൽ ഓർത്തിരിക്കുക. എന്താണ് സംയുക്ത രാഷ്ട്രീയ സമിതിയാണ്. ട്രാവൻകൂറിലെ സംയുക്ത രാഷ്ട്രീയ സമിതി അല്ലെങ്കിൽ ഓൾ ട്രാവൻകൂർ ജോയിന്റ് പൊളിറ്റിക്കൽ കമ്മിറ്റിയാണ് ഈ പറഞ്ഞിട്ടുള്ള എന്ത് ഈ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് ഓർഗനൈസ് ചെയ്ത് നോക്കിയിരിക്കട്ടോ. സംയുക്ത രാഷ്ട്രീയ സമിതി കേട്ടോ. സംയുക്ത രാഷ്ട്രീയ സമിതിയാണ് ഇത് ഓർഗനൈസ് ചെയ്തത്. തെറ്റിക്കരുത്, ഞാൻ എഴുതുന്ന മലയാളത്തിൽ സ്പെല്ലിങ്ങിന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിട്ടേക്കാണ്, എഴുതുന്ന തെറ്റും കേട്ടോ. സംയുക്ത രാഷ്ട്രീയ സമിതിയാണ് എന്ത് നമ്മുടെ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭം ഓർഗനൈസ് ചെയ്തത്. ഇനിയും എന്തിനാണ് നിവർത്തന പ്രക്ഷോഭം വന്നത് എന്നുള്ള സെക്ഷനിൽ ചോദിച്ചിട്ടാണ് ഓർത്തിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള ട്രാവൻകൂർ സ്റ്റേറ്റ് ലെജിസ്ലേഷനിലും അതുപോലെ തന്നെ ഗവൺമെന്റ് സർവീസിലും ഈഴവർക്കും മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും പോപ്പുലേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ കിട്ടാൻ വേണ്ടി നടന്ന സമരമാണ് എന്ത് നിവർത്തന പ്രക്ഷോഭം. എന്താണ് ട്രാവൻകൂർ, ഇത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അത് ചോദിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ഓർത്തിരിക്കുക. ട്രാവൻകൂർ സ്റ്റേറ്റ് ലെജിസ്ലേഷന്റെ കേസിലും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഗവൺമെന്റ് സർവീസസിലും പറഞ്ഞിട്ടുള്ള ഈഴവർക്കും ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും പോപ്പുലേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ കിട്ടാൻ വേണ്ടി നടന്നതാണ് എന്ത് നിവർത്തന പ്രക്ഷോഭം. ഇന്നത്തെ കുറെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഈ നിവർത്തന പ്രക്ഷോഭത്തിന്റെ പത്രത്തിന്റെ പേര് നോക്കിയ കേസരി ആട്ടോ. എന്താണ് ഈ പറഞ്ഞ നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുഖപത്രം എന്ന് വിളിക്കുന്നതും അതുപോലെ തന്നെ നിവർത്തന പ്രക്ഷോഭത്തിന്റെ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്ന് വിളിക്കുന്നത് എന്ത് തന്നെയാണ് കേസരി എന്നുള്ള പത്രമാണ് കേട്ടോ. തെറ്റിക്കരുത്. എന്താണ് നിവർത്തന പ്രക്ഷോഭത്തിന് ജിഹ്വ എന്ന് വിളിക്കുന്നത് കേരള കേസരിയാണ്. ഓർത്തിരിക്കുക. നിവർത്തന പ്രക്ഷോഭത്തിന് ജിഹ്വ എന്ന് വിളിക്കുന്നതും നിവർത്തന പ്രക്ഷോഭത്തിന് മുഖപത്രവും ആര് തന്നെയാണ് കേരള കേസരിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഞാൻ ഈ പറഞ്ഞു ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് തന്നെയാണ് ഇതിന്റെ പേര് ഓൾ ട്രാവൻകൂർ ജോയിന്റ് പൊളിറ്റിക്കൽ കമ്മിറ്റി എന്നാണ്. ഇത് കഴിഞ്ഞിട്ട് എന്തോ വരുന്നുണ്ട്, ഇത് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസുമായിട്ടൊക്കെ മെർജ് ആയി പോകുന്നുണ്ട്. അതിന്റെ ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ മെയിൻസ് എക്സാമിനൊക്കെ കറക്റ്റ് ആയിട്ട് ചോദിക്കാം. ഞാൻ നെക്സ്റ്റ് പറയാം. 17th ഡിസംബർ എന്നാണ് 17th ഡിസംബർ 1932 എന്ത് നടക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ ഒരു കോൺഫറൻസ് നടക്കുന്നത് എന്നാണ് 17th ഡിസംബർ 1932 ഇതുപോലെ തന്നെ ഈ പറഞ്ഞ സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ ലീഡേഴ്സിന്റെ പേര് ചോദിച്ചിട്ടുള്ളതാണ്. ആരൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. ഒന്ന് NV ജോസഫ് ആണ്. ആരാണ്? ഒന്ന് NV ജോസഫ് ആണ്. അടുത്ത ആരാണ്? C കേശവനാണ് രണ്ടാമത്തെന്ന് പറയുമ്പോഴത്തേക്കിന്. മൂന്നാമത്തെ TM വർഗീസ് ആണ്. ഇത്രയും പേരാണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള നിവർത്തന പ്രക്ഷോഭത്തിന്റെ ലീഡേഴ്സിന്റെ കൂടുതൽ വരുന്ന ആരൊക്കെയാണ്? NV ജോസഫും C കേശവനും TM വർഗീസും ആണ്. കാരണം ഈ പറഞ്ഞ സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ ഫസ്റ്റ് കോൺഫറൻസ് ഓർഗനൈസ് ചെയ്യുന്നത് ഇവരാണ്. ക്ലിയർ അല്ലേ? പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത് നമ്മുടെ കോഴഞ്ചേരി പ്രസംഗം എന്നൊരു സംഭവം ഉണ്ട്. കോഴഞ്ചേരി പ്രസംഗം എന്നൊരു സംഭവമുണ്ട്. ഈ കോഴഞ്ചേരി പ്രസംഗം നടന്ന ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. കോഴഞ്ചേരി പ്രസംഗവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് ആരാണെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ ആരാണ്? C കേശവനാണ് കോഴഞ്ചേരി പ്രസംഗം നടത്തുന്നത്. ആരാണ്?
സി കേശവനാണ് കോഴഞ്ചേരി പ്രസംഗം നടത്തുന്നത്. ഇത് പ്രകാരം രാജ്യദ്രോഹ കുറ്റത്തിന് പുള്ളിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, കോഴഞ്ചേരി പ്രസംഗം കാരണം അറസ്റ്റിലായ വ്യക്തി ആരാണ്? സി കേശവനാണ്. ഇനിയും ഇത് എന്നായിരുന്നു ഓർത്തിരിക്കുക, 11 ഡിസംബർ 1935 എന്ത് കോഴഞ്ചേരി പ്രസംഗം നടത്തുന്നത് എന്നാണ്. 11 ഡിസംബർ 1935 സി കേശവൻ എന്ത് ചെയ്യുന്നത്? കോഴഞ്ചേരി പ്രസംഗം നടത്തുന്നതും അതിന്റെ പേരിൽ പുള്ളി അറസ്റ്റിലാക്കപ്പെടുകയും ചെയ്യും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ അല്ലേ? നോക്കി, ടി എം വർഗീസിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ശ്രീമൂലം അസംബ്ലിയുടെ ഉപാധ്യക്ഷനായിട്ട് എന്താണ് ഡെപ്യൂട്ടി പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപാധ്യക്ഷനായിട്ട് എലക്ട് ചെയ്യപ്പെടുന്ന ആളാണ് ടി എം വർഗീസ്. ഒന്നുമില്ല, ഈ പറഞ്ഞ 1935 കഴിഞ്ഞിട്ട് 1936 എന്ത് ചെയ്യുന്നത്? ട്രാവൻകൂർ സ്റ്റേറ്റ് പി എസ് സിയുടെ ഫോർമേഷൻ എന്നാണ്. ട്രാവൻകൂർ പി എസ് സിയുടെ ഫോർമേഷൻ എന്നാണ്. 1936 ആണ്. ഇത് കഴിഞ്ഞ് 1937 ഒരു ഇലക്ഷൻ നടക്കും. ആ ഇലക്ഷൻ നടക്കുമ്പോൾ ഈ പറഞ്ഞ ജോയിന്റ് പൊളിറ്റിക്കൽ പാർട്ടി ജയിക്കുന്നുണ്ട്. അങ്ങനെയാണ് ടി എം വർഗീസ് എന്താകുന്നത്? ശ്രീമൂലം അസംബ്ലിയുടെ ഉപാധ്യക്ഷനായി എലക്ട് ചെയ്യപ്പെടുന്ന വ്യക്തി ടി എം വർഗീസ്. അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതേ ടി എം വർഗീസിനെ തന്നെയാണ് സി കേശവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിന്റെ പേരിൽ ടി എം വർഗീസിനെ അവർ അവിടുന്ന് പുറത്താക്കുന്നത്. എല്ലാം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ഈ പറഞ്ഞ ട്രാവൻകൂർ സ്റ്റേറ്റ് പി എസ് സി ഫോം രാജാവ് ആരായിരുന്ന സമയത്ത് നമുക്കറിയാം ചിത്തിരനാണ് അല്ലേ? തിരുനാളാണ് ഈ സമയത്തെ രാജാവ്. മറന്നു, ചിത്തിരനാളാണ് രാജാവ് നോക്കിയിരിക്കുക. ഇതിനകത്ത് ട്രാവൻകൂർ സ്റ്റേറ്റ് പി എസ് സിയുടെ ഫസ്റ്റ് ചെയർമാൻ ആയിരുന്നു GD നോക്സ് ആണ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. GD നോക്സ് ആണ് ട്രാവൻകൂർ സ്റ്റേറ്റ് പി എസ് സിയുടെ ഫസ്റ്റ് ചെയർമാൻ ആരാണ്? GD നോക്സ് ആണെന്ന് തെറ്റിക്കാതെ ഓർക്കുക, മറന്നു പോകരുത്. അപ്പൊ ഇനി എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ ഈ പറഞ്ഞ സംയുക്ത രാഷ്ട്രീയ സമിതി ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസുമായിട്ട് മെർജ് ചെയ്ത ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. എന്നാണ് 1938 ആണ്. ഡേറ്റ് 23rd ഫെബ്രുവരി ആണെന്ന് തോന്നുന്നത്. നോക്കിക്കണേ, 23rd ഫെബ്രുവരി 1932 എന്തോ ചെയ്യുന്നത്? ഈ പറഞ്ഞ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിലോട്ട് നമ്മുടെ ജോയിന്റ് പൊളിറ്റിക്കൽ പാർട്ടി മെർജ് ചെയ്തത്. എല്ലാം ചോദിച്ച ക്വസ്റ്റ്യൻ 1938 ഡേറ്റ് അല്ല, ഇതിന്റെ വർഷമാണ് ചോദിച്ചത്. 1938 ആണ് നോക്കിയിരിക്കുക. ജോയിന്റ് പൊളിറ്റിക്കൽ പാർട്ടി നമ്മുടെ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെ മെർജ് ചെയ്തത് 1938 ആണ്. നിവർത്തന പ്രക്ഷോഭത്തിനെ അടിച്ചമർത്താൻ ശ്രമിച്ച ദിവാൻ ആരാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് നിവർത്തന പ്രക്ഷോഭത്തിനെ അടിച്ചമർത്താൻ ശ്രമിച്ച ദിവാൻ ആരാണ്? CP രാമസ്വാമി അയ്യർ കേട്ടോ. എന്താണ്? CP രാമസ്വാമി അയ്യറാണ്. രാമസ്വാമി അയ്യറാണ് എന്തോ ചെയ്തിരിക്കുന്നത്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നിവർത്തന പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിച്ച ദിവാനായിരുന്നു ആര്? CP രാമസ്വാമി അയ്യർ. ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇവർ ഈ പറയുന്ന നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിവേദനം ഇവർ കൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അത് നിരസിച്ച ദിവാൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പറയുമ്പോഴത്തേക്കിന് ടി ഓസ്റ്റിൻ എന്നുള്ളൊരു ദിവാനാണ്. ടി ഓസ്റ്റിൻ എന്ന് പറയുന്നത് അടുത്ത ദിവാൻ തന്നെയാണ്. പുള്ളിയാണ് ഈ നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ സബ്മിറ്റ് ചെയ്യുന്ന മെമ്മോറിയൽ നിരസിച്ച ദിവാൻ ടി ഓസ്റ്റിൻ ആണ്. തെറ്റിക്കാൻ പാടില്ല, ഒന്നുകൂടെ പറയാം. CP രാമസ്വാമി അയ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിവർത്തന പ്രക്ഷോഭം അടിച്ചമർത്താൻ ശ്രമിച്ച ദിവാൻ CP രാമസ്വാമി അയ്യർ ആണ്. ടി ഓസ്റ്റിൻ എന്താണ് ചെയ്തിരിക്കുന്നത്? ഈ പറഞ്ഞ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സബ്മിറ്റ് ചെയ്ത മെമ്മോറിയൽ നിരസിച്ച ദിവാനാണ് ആര്? ടി ഓസ്റ്റിൻ. അപ്പൊ ഇത്രയുമെങ്കിലും ജസ്റ്റ് ഒന്നാണ്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞ നിവർത്തന പ്രക്ഷോഭം അതിന്റെ അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഇപ്പൊ നമുക്കുള്ള സംവരണം കേരളത്തിൽ വരാൻ കാരണമായ സമരം എന്താണ്? നിവർത്തന പ്രക്ഷോഭമാണ്. നമുക്കറിയാം ഈ പറഞ്ഞ ഇവർക്കെല്ലാം സംവരണം വരാൻ കാരണമായ പ്രക്ഷോഭം എന്താണ്? നിവർത്തന പ്രക്ഷോഭമാണ്. ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള 1932 നിവർത്തന പ്രക്ഷോഭം. അടുത്ത് നമ്മുടെ ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ ആണ്. ടെമ്പിളറി പ്രൊക്ലമേഷൻ ഒന്ന് ഞാൻ പറയണ്ടല്ലോ. ടെമ്പിളറി പ്രൊക്ലമേഷൻ ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ടെമ്പിളറി പ്രൊക്ലമേഷൻ എടുത്തു പറയുന്നത് ഡേറ്റ് ചോദിച്ചിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക. 12 നവംബർ 1936 ആണ് ടെമ്പിളറി പ്രൊക്ലമേഷൻ കേട്ടോ. ഇനി അറിയേണ്ടത് എന്താണ്? നമ്മുടെ ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ ആണ് അടുത്ത്. ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്ന് പറയുമ്പോഴത്തേന് ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ നടന്ന ജില്ല ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? തൃശ്ശൂരാണ്. ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ നടന്ന സ്ഥലം ഏതാണ്? തൃശ്ശൂരാണ്. നോക്കി ഇതിന്റെ റീസൺ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? അവിടെ ഉണ്ടായിരുന്ന ദിവാൻ ഷൺമുഖം ഷെട്ടിയാണ് ചോദിച്ചിട്ടുള്ളതാണ്. ഷൺമുഖം ഷെട്ടി ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്ന ദിവാൻ. അവിടുത്തെ ഈ പറഞ്ഞ ഷൺമുഖം ഷെട്ടി എന്ത് ചെയ്യുന്നറിയോ? ഇലക്ട്രിസിറ്റിയുടെ പ്രൊഡക്ഷന്റെ റൈറ്റ് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കും.
അത് കാരണമാണ് ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ നടക്കുന്നത്. ഈ പറഞ്ഞിട്ടുള്ള പ്രൈവറ്റ് കമ്പനിയുടെ പേര് ചോദിച്ചിട്ടുള്ള ചന്ദ്രിക എന്നുള്ള മദ്രാസിലുള്ള ഒരു കമ്പനിയാണ്. ചന്ദ്രിക എന്നുള്ള കമ്പനിക്കാണ് ഷൺമുഖം ഷെട്ടി ദിവാനാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റിയുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ പ്രൊഡക്ഷൻ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്തത് ഷൺമുഖം ഷെട്ടിയാണ്. ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ നടന്ന ജില്ല തൃശ്ശൂരാണ്. കമ്പനിയുടെ പേര് ചന്ദ്രിക എന്നാണ് കേട്ടോ. ഇനി ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ, ഇതിന്റെ ലീഡേഴ്സിന്റെ പേര് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇലക്ട്രിസിറ്റി അജിറ്റേഷന്റെ ലീഡേഴ്സിന്റെ പേര് ചോദിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കുക. M.R. മേനോന്, ഒന്ന് M.R. മേനോനാണ്, ഒന്ന് M.R. മേനോനാണ്. അടുത്തത് ഇക്കണ്ട വാര്യറാണ്. ആരാണ്? ഇക്കണ്ട വാര്യറാണ്. അടുത്തത് ആരാണ്? ഇയുണ്ണി എന്നൊരാളുണ്ട്, ഇയുണ്ണി. ഈ 3 പേരാണ് എന്ത് നമ്മുടെ ഇലക്ട്രിസിറ്റി അജിറ്റേഷണൽ ലീഡേഴ്സ്. ആരൊക്കെയാണ്? M.R. മേനോനും ഇക്കണ്ട വാര്യരും ഇയുണ്ണിയുമാണ് എന്ത് നമ്മുടെ ഇലക്ട്രിസിറ്റി അജിറ്റേഷണൽ ലീഡേഴ്സ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഓർത്തിരിക്കുന്നത് വേറെ ക്വസ്റ്റ്യൻ എന്താ അറിയോ, നമ്മുടെ കേരളത്തിലെ സമരങ്ങളിൽ ക്രിസ്ത്യൻസ് നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ കേരള സമരങ്ങളിൽ ക്രിസ്ത്യാനികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഏത് സമരത്തിലാണ് ചോദിച്ചാൽ അത് ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ ആണ്. ഒരു ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ. കേരളത്തിലെ സമരങ്ങളിൽ ക്രിസ്ത്യൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങിയ സമരം ഏതാണ്? ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞിട്ടുള്ള ഇലക്ട്രിസിറ്റി അജിറ്റേഷനെ കുറിച്ചിട്ട്. ഈ അടുത്ത സംഭവം എന്താണ്? 1938 സംഭവമാണ് കടയ്ക്കൽ പ്രക്ഷോഭം. ഇതൊക്കെ ഇനി വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഈ പറയുന്ന പുന്നപ്രവായാറിന്റെ കേസിലും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ കേസിൽ ഒത്തിരി ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. ഇതിനി ബാക്കിയെല്ലാം കുറച്ചുള്ള. അടുത്താണ് എന്ത് നമ്മുടെ കടയ്ക്കൽ പ്രക്ഷോഭം. കടയ്ക്കൽ പ്രക്ഷോഭം നടന്ന വർഷം ചോദിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ 29 സെപ്റ്റംബർ ആണ് എന്ത് നമ്മുടെ ഈ പറഞ്ഞ കടയ്ക്കൽ പ്രക്ഷോഭം നടക്കുന്നത്. നടന്ന ജില്ല ചോദിച്ചിട്ടുണ്ട്. കൊല്ലമാണ് കടയ്ക്കൽ പ്രക്ഷോഭം നടന്ന ജില്ല. ഇതിന്റെ ലീഡറിന്റെ പേര് ചോദിച്ചിട്ടുണ്ട്. രാഘവനാണ് കേട്ടോ. ഈ പുള്ളിയാണ് എന്ത് വിളിക്കുന്നത്, കടയ്ക്കൽ ഫ്രാങ്കോ എന്നൊക്കെ വിളിക്കുന്നത് ഈ രാഘവൻ എന്നുള്ള ആളെയാണ്. രാഘവനാണ് എന്ത് ഈ പറഞ്ഞ കടയ്ക്കൽ പ്രക്ഷോഭത്തിന്റെ ലീഡർ. കടയ്ക്കൽ ചന്തയിൽ അന്യായ കരം പിരിക്കലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രക്ഷോഭമാണ്. ഈ കടയ്ക്കൽ ഫ്രാങ്കോ എന്ന് പറഞ്ഞാൽ രാഘവനാണെന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഈ പറഞ്ഞ കടയ്ക്കൽ പ്രക്ഷോഭം. ഇനി അടുത്തത് എന്താണ്? കൂത്താളി സമരം എന്നൊരു സംഭവമുണ്ട്. 1940 എന്താണ് കൂത്താളി സമരം. കൂത്താളി സമരം ഈ പറഞ്ഞിട്ടുള്ള ഇത് എവിടെയാണ് ചോദിച്ചിട്ടുണ്ട്? മലബാറാണ്. കൂത്താളി സമരം നടന്നത് മലബാറിലാണ്, നോക്കിയിരിക്കുക. ഇതെന്ന് പറയുമ്പോൾ കൂത്താളി എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. അതൊന്നും പഠിക്കണ്ട. കൂത്താളി സമരം നടന്നത് മലബാറിലാണ്. ജസ്റ്റ് നടന്നിരിക്കുക 1940 ആണ്. ഇത് സംഘടിപ്പിച്ചത് ആരാണ്? കർഷക സംഘമാണ് കേട്ടോ. എന്താണ് ഇത് ഓർഗനൈസ് ചെയ്തത്? കർഷക സംഘം ആണെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? കൂത്താളി സമരം നടക്കുന്നത് മലബാറിലാണ്. ഓർഗനൈസ് ചെയ്ത് കർഷക സംഘമാണ്. വർഷം 1940 ആണ് നോക്കിയിരിക്കുക. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് എന്താണ്? മൊറാഴ സ്ട്രൈക്ക് കേട്ടോ. മൊറാഴ സമരമേ. അത് ഇച്ചിരി ഇമ്പോർട്ടന്റ് ആണ്. ഒത്തിരി നല്ല ഒന്ന് അറിഞ്ഞിരിക്കുക. മൊറാഴ സമരമാണ്. ഇതിന്റെ പ്രത്യേകത എന്താ അറിയാമോ? എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓർഗനൈസ് ചെയ്ത ഫസ്റ്റ് മേജർ സ്ട്രൈക്ക് ആണ് മൊറാഴ സമരം. എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓർഗനൈസ് ചെയ്ത അല്ലെങ്കിൽ ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സ്ട്രൈക്ക് ആണ് എന്ത് മൊറാഴ സമരം എന്ന് പറയാം. ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സ്ട്രൈക്ക് ഇൻ കേരള വെച്ചാൽ എന്താണ്? മൊറാഴ സമരമാണ്. ഇതിന്റെ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള എന്താണ് അറസ്റ്റിലാക്കപ്പെട്ട വ്യക്തിയുടെ പേര് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള മൊറാഴ സ്ട്രൈക്ക് കാരണം മരിക്കുന്ന ഒരു പോലീസുകാരനുണ്ട്. ആ പുള്ളിയുടെ പേരും ചോദിച്ചിട്ടുണ്ട്. എല്ലാവരുടെ പേരും കറക്റ്റ് വന്നിരിക്കുക. ഫസ്റ്റ് എന്താണ് ഇതിന്റെ ഡേറ്റ്? എത്രയാണ്? 15 സെപ്റ്റംബർ ആണ് ഇതിന്റെ ഡേറ്റ്. 15 സെപ്റ്റംബർ 1941 ആണ് മൊറാഴ സ്ട്രൈക്ക് എന്ന് പറയുമ്പോഴത്തേക്കിന്. ഇനിയും ഇവിടെ ഞാൻ പറഞ്ഞു എന്താണ് വധിക്കപ്പെട്ട പോലീസുകാരന്റെ പേര് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുട്ടിക്കൃഷ്ണ മേനോനാണ് കേട്ടോ. കുട്ടിക്കൃഷ്ണ മേനോനാണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ മൊറാഴ സ്ട്രൈക്കില് വധിക്കപ്പെട്ട പോലീസുകാരൻ എന്നാണ് കുട്ടിക്കൃഷ്ണ മേനോനാണ്. ഇതിന്റെ പ്രതി ആരായിരുന്നു? പുള്ളിയെ ഒന്നും ചെയ്യത്തില്ല, പുള്ളിയെ വെറുതെ വിടുന്നുണ്ട്. ഗാന്ധിജി വന്ന് ഇടപെട്ടിട്ടാണ് ഈ പ്രതിയെ അവരെന്ത് ചെയ്യുന്നത്? തൂക്കേറ്റം വെച്ചിരുന്നതാണ്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, വെറുതെ വിടും. പ്രതിയുടെ പേരെന്താണ്? KPR ഗോപാലൻ. എന്താണ്? KPR ഗോപാലൻ എന്നാണ് എന്ത് പ്രതിയുടെ പേര്. KPR ഗോപാലൻ ആണെന്ത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മൊറാഴ സ്ട്രൈക്കിന്റെ പ്രതിയാണെന്ത് KPR ഗോപാലൻ. കുട്ടിക്കൃഷ്ണ മേനോൻ പോലീസാണ് മരിച്ചു പോകുന്നത്. 15 സെപ്റ്റംബർ ആണ് മൊറാഴ സ്ട്രൈക്ക് നടന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓർഗനൈസ് ചെയ്ത ഫസ്റ്റ് സ്ട്രൈക്ക് ആണെന്ത് നമ്മുടെ മൊറാഴ സ്ട്രൈക്ക്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എന്താണ്? 1940 തന്നെ നടന്ന എന്താണ് കയ്യൂർ സമരമാണ്. കയ്യൂർ സമരമാണിത്. ഇതിന്റെ പ്രത്യേകത എന്താ അറിയാമോ? ഇത് നമ്മൾ പറഞ്ഞു തൊട്ട് മുമ്പ് നടന്ന മൊറാഴ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സ്ട്രൈക്ക് ഇൻ കേരളയാണ്.
ഈ പറഞ്ഞ കയ്യൂർ സമരം എന്ന് പറയുമ്പോഴത്തേന് എന്താണ്? ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഫാമർ സ്ട്രൈക്ക് ആണ്. എന്താണ്? ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഫാമർ സ്ട്രൈക്ക് ആണ് ഈ പറഞ്ഞിട്ടുള്ള കയ്യൂർ സമരം എന്ന് പറയുന്നത്. ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഫാമർ സ്ട്രൈക്ക് ആണ് കയ്യൂർ സമരം എന്ന് പറയുമ്പോഴത്തേക്കിന്. മീനമാസത്തിലെ സൂര്യൻ എന്നൊരു ഫിലിം ഉണ്ടല്ലേ, എന്താണ്? മീനമാസത്തിലെ സൂര്യൻ, മാസത്തിലെ സൂര്യൻ എന്നുള്ള ഫിലിം ലെനിൻ രാജേന്ദ്രന്റെ ആണ്. മീനമാസത്തിലെ സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെനിൻ രാജേന്ദ്രന്റെ ഫിലിമാണ്. ആ സിനിമ ഏത് സ്ട്രൈക്ക് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? അത് കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട ലെനിൻ രാജേന്ദ്രന്റെ സിനിമയാണെന്ന് മീനമാസത്തിലെ സൂര്യൻ എന്ന് പറയുമ്പോഴത്തേക്കിന്. ഈ കയ്യൂർ സമരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കമ്മ്യൂണിസ്റ്റ് നേതാവാണ് EK നയനാർ കേട്ടോ. EK നയനാർ എന്നത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. EK നയനാർ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. നയനാർ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കിയിരിക്കുക. ഇനി നെക്സ്റ്റ് എന്താണ്? ഇത് പ്രകാരം എന്താണ്? വെള്ളത്തിൽ ചാടി മരിച്ചു പോകുന്ന ഒരു പോലീസുകാരനുണ്ട് കേട്ടോ. ആ പുള്ളിയുടെ പേരിരിക്കുക സുബ്ബരായനാണ് കേട്ടോ. സുബ്ബരായനാണ് എന്ത്? സുബ്ബരായൻ പോലീസാണ്. വെള്ളത്തിൽ ചാടി രക്ഷപ്പെടാൻ നോക്കുന്ന സുബ്ബരായൻ പോലീസാണ്. ഇനിയും ഈ പറഞ്ഞിട്ടുള്ള കയ്യൂർ സമരവുമായി തൂക്കിലേറ്റപ്പെട്ട 4 പേരുടെ പേരുണ്ട്. പിന്നെ പ്രായപൂർത്തിയാകാത്തത് കാരണം വെറുതെ വിട്ട ഒരാളുടെ പേരുണ്ട്. ഇവരുടെ എല്ലാം പേര് പഠിച്ചിരിക്കുക. ഓക്കെ, മഠത്തിൽ അപ്പു ആരാണ്? മഠത്തിൽ അപ്പു എന്നൊരാളുണ്ടായിരുന്നു. മഠത്തിൽ അപ്പു എന്നൊരാളുണ്ടായിരുന്നു. പിന്നെ അബൂബക്കർ ഉണ്ട്. അബൂബക്കർ ഉണ്ട്. പിന്നെ അത് ചീരുകണ്ഠൻ നാടാണ്. ചീരുകണ്ഠൻ ഒരാളുണ്ട്. കുഞ്ഞമ്പു കേട്ടോ. കുഞ്ഞമ്പു. ഇത്രയും പേരെയാണ് ഇവര് തൂക്കിലേറ്റുന്നത്. ആരൊക്കെയാണ് ഓർത്തിരിക്കുക? മഠത്തിൽ അപ്പുണ്ട്, അബൂബക്കറുണ്ട്, ചീരുകണ്ഠനുണ്ട്, കുഞ്ഞമ്പുണ്ട്. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് തൂക്കിലാക്കപ്പെട്ടവരുടെ പേരാണിത്. ഇനി വെറുതെ കിട്ട ആളുടെ പേര് അറിയിക്കണം. എന്താണ്? കൃഷ്ണൻ നായരാണ്. അപ്പൊ കൃഷ്ണൻ നായരനെയാണ് ഇവർ എന്തോ ചെയ്യുന്നത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട് വെറുതെ വിടുന്നത് പ്രായപൂർത്തി ആകാത്ത കാരണം കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെടാതെ പോയാണ് കൃഷ്ണൻ നായർ. ചിരസ്മരണ എന്നൊരു നോവലുണ്ട്. ചിരസ്മരണ എന്നൊരു നോവലുണ്ട്. നിരഞ്ജനയുടെ നോവലാണെന്ത്? നിരഞ്ജനയുടെ നോവലാണെന്ത്? ചിരസ്മരണ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുമില്ല. ഈ പറഞ്ഞിട്ടുള്ള മീനമാസ സൂര്യൻ ഓർത്തിരിക്കുക. ലെനിൻ രാജേന്ദ്രന്റെ EK നയനാരുടെ പാർട്ടിസിപ്പേറ്റ് നോക്കിയിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള സുബ്ബരായൻ പോലീസാണ് വെള്ളത്തിൽ ചാടി മരിക്കുന്നത്. ചിരസ്മരണ എന്നുള്ള നോവല് നിരഞ്ജനയുടെയാണ്. അത് കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഈ പറഞ്ഞിട്ടുള്ള മഠത്തിൽ അപ്പും അബൂബക്കറും ചീരുകണ്ഠനും കുഞ്ഞമ്പുരെ വധിക്കും. പ്രായപൂർത്തിയാകാത്ത കാരണം നമ്മുടെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള എന്താണ് തൂക്കിലേറ്റപ്പെടാതെ പോയാണ് നമ്മുടെ കൃഷ്ണൻ നായർ. ക്ലിയർ. നെക്സ്റ്റ് ആണ് നമ്മുടെ കീഴൂർ ബോംബ് കേസ്. 1942 ആണ്. നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നൊരു സംഭവമാണിത്. ഈ പറഞ്ഞിട്ടുള്ള കീഴരിയൂർ ബോംബ് കേസ്. എന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഒരു പ്രക്ഷോഭമാണ് കീഴൂർ ബോംബ് കേസ് എന്ന് പറയുമ്പോഴത്തേക്കിന്. ഇവിടെ സ്വതന്ത്ര ഭാരതം എന്നൊരു പത്രം ഇവിടെ ഇറക്കുന്നുണ്ട്. അതിനകത്താണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിനെ സപ്പോർട്ട് ചെയ്ത് ലേഖനം എഴുതി പുറത്തിറക്കിയ ഒരു പത്രമാണെന്ന് സ്വതന്ത്ര ഭാരതം എന്നൊരു പത്രമുണ്ട്. ഇതിനകത്താണ് ഇത് എന്ത് ചെയ്ത് കേരളത്തിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തെ സപ്പോർട്ട് ചെയ്തിട്ട് പുറത്തിറക്കിയ പത്രമാണെന്ന് സ്വതന്ത്ര ഭാരതം എന്ന് പറയുമ്പോഴത്തേക്കിന്. ഇതിനകത്ത് ലീഡറിന്റെ പേര് KB മേനോനാണ്. കോഴിക്കോടാണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ കീഴൂർ ബോംബ് കേസ് നടന്നു നോക്കിയിരിക്കുക. ഇതിന്റെ പ്രതിയാണ് ആര്? KB മേനോനാണ് എന്ത്? നമ്മുടെ കീഴൂർ ബോംബ് കേസിന്റെ പ്രതിയാണ് ആര്? KB മേനോൻ നോക്കിയിരിക്കുക. സ്വതന്ത്ര ഭാരതം എന്നുള്ള പത്രത്തിന്റെ പേര് ഓർത്തിരിക്കും, തെറ്റിപ്പോയിട്ട്. KB മേനോനാണ് ഇതിന്റെ പ്രതി നോക്കിയിരിക്കുക. കോഴിക്കോടാണ് നടന്നത്. ഇത് ക്വിറ്റ് ഇന്ത്യ സമരത്തെ സപ്പോർട്ട് ചെയ്ത് കേരളത്തിൽ നടന്നൊരു സ്ട്രൈക്കാണ് കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹിന്ദി നാടകമുണ്ട്. കീഴൂർ ബോംബ് കേസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹിന്ദി നാടകമാണ് ഇത്. വന്ദേ ഭാരതം. എന്താണ്? വന്ദേ ഭാരതം എന്നുള്ളൊരു നോവലുണ്ട്. അതെന്ന് പറയുമ്പോൾ എന്താണ്? കീഴൂർ ബോംബ് കേസിനെ കുറിച്ച് ഉള്ള ഒരു ഹിന്ദി നാടകമാണിത്. വന്ദേ ഭാരതം. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ കേസ്. എന്താണ്? നമ്മുടെ പുന്നപ്ര വയലാർ 1946 ആണ്. പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സ്ട്രൈക്കാണ് അടുത്തത്. എന്ന് പറയുമ്പോൾ അധികം ഒന്നുമില്ല, ഓർത്തിരിക്കുക. ഇത് CP രാമസ്വാമി അയ്യർക്കെതിരെ. എന്താണ്? CP രാമസ്വാമി അയ്യർക്ക് എതിരെ നടന്ന ഒരു സ്ട്രൈക്കാണ് എന്ത്? പുന്നപ്ര വയലാർ സമരം എന്ന് പറയുമ്പോഴത്തേക്കിന്. എവിടെയാണ് സ്ഥലം? ആലപ്പുഴയാണ് അല്ലേ? പുന്നപ്ര എന്താ പറയുക? ആലപ്പുഴയാണ് നോക്കിയിരിക്കുക. CP രാമസ്വാമി അയ്യർക്ക് എതിരെ നടന്ന ഒരു സമരമാണ് എന്ത്? നമ്മുടെ പുന്നപ്ര വയലാർ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ അച്യുതാനന്ദൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു സമരമാണെന്ത്? പുന്നപ്ര വയലാർ സമരം എന്ന് പറയുമ്പോഴത്തേക്കിന്. നമ്മുടെ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നുവെച്ചാൽ ഒരു അമേരിക്കൻ മോഡൽ സിസ്റ്റം ഈ പറഞ്ഞ CP എന്താണ്
നോക്കി ഈ പറഞ്ഞ CP രാമസ്വാമി അയ്യർ ഒരു അമേരിക്കൻ മോഡൽ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്, കേരളത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിനെതിനായിട്ടാണ് ഈ പറഞ്ഞ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നുള്ള ഒരു കൊട്ടേഷൻ വെച്ചിട്ട് വന്ന സമരം ഏതാണ്? പുന്നപ്ര വയലാർ സമരമാണ്. ആരാണ്? CP രാമസ്വാമി അയ്യറാണ് അമേരിക്കൻ മോഡൽ കേരളത്തിൽ കൊണ്ടുവരുന്നത്. അപ്പൊ അതിനെതിരായിട്ട് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് പറഞ്ഞ നടന്ന സ്ട്രൈക്ക് ഏതാണ്? ഓർത്തിരിക്കുക. അത് പുന്നപ്ര വയലാറാണോ നോക്കിയിരിക്കുക, ആലപ്പുഴയാണോ നോക്കിക്കണം കേട്ടോ. P. കേശവദേവിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നോവൽ ചോദിച്ചത്. P. കേശവദേവിന്റെ ഉലക്ക എന്നൊരു നോവലുണ്ട്. എന്താണ്? ഉലക്ക എന്നൊരു നോവലുണ്ട് P. കേശവദേവിന്റെ. അത് പുന്നപ്ര വയലാറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള പുന്നപ്ര വയലാർ സമരം. നോക്കി 1946 ഇനി ഒരു 4 എണ്ണം കൂടെ ഉണ്ട്. നോക്കി, ഒന്ന് കരിവെള്ളൂർ സമരമാണ്. എന്താണ്? കരിവെള്ളൂർ ഉണ്ട്, ജസ്റ്റ് എഴുതാം. ഇനിയുള്ളത് മേച്ചിൽപ്പുറമാണ്. മേച്ചിൽപ്പുറം സ്ട്രൈക്ക് ഉണ്ട്. നിങ്ങൾ തോൽവിറക് സമരമുണ്ട്. തോൽവിറക് സമരമുണ്ട്. അതുപോലെ കൂട്ടംകുളം സ്ട്രൈക്ക്. ഇതെല്ലാം എന്ത് തന്നെയാണ്? വർഷം കൂട്ടംകുളം. ഇതിന്റെ എല്ലാ വർഷം 1946 ആണ് കേട്ടോ. എന്തൊക്കെയാണ്? ഈ കരിവെള്ളൂർ, മേച്ചിൽപ്പുറം, തോൽവിറക്, കൂട്ടംകുളം സ്ട്രൈക്ക് എല്ലാം 1946 ആണ് ഓർത്തിരിക്കുക. എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 പോയിന്റ്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അത് മാത്രം പഠിക്കുക കേട്ടോ. നോക്കി, ഈ പറഞ്ഞ കരിവെള്ളൂർ സമരം നടന്ന ജില്ല ചോദിച്ചിട്ടുണ്ട്. അവിടെയാണ് കണ്ണൂരാണ്. കണ്ണൂരിലാണ് കരിവെള്ളൂർ സമരം നടക്കുന്നത്. ഇതിന്റെ ലീഡറിന്റെ പേര് എന്താണ്? K. ദേവയാനിയാണ്. എന്ത് ഇതിലത്തെ സമര നായിക ആരാണെന്ന് വെച്ചാൽ എന്താണ്? K. ദേവയാനി. അപ്പൊ എന്താണ്? കണ്ണൂരിലാണ് കരിവെള്ളൂർ സമരം നടക്കുന്നത്. K. ദേവയാനി ആയിരുന്നു എന്ത്? ലീഡർ. ഈ 2 ക്വസ്റ്റ്യൻ പഠിച്ചു. ഇനി മേച്ചിൽപ്പുറത്തിനെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്കും ഇതും കണ്ണൂരാണ്. കണ്ണൂരിലെ കണ്ടകൈ ഗ്രാമം കേട്ടോ. കണ്ടകൈ ഗ്രാമം ഇവിടെയാണ് എന്ത് നടന്നിരിക്കുന്നത്? ഈ പറഞ്ഞ മേച്ചിൽപ്പുറം സമരം നടന്നത്. അത് ഓർത്തിരിക്കുക, കണ്ണൂരിലെ കണ്ടകൈ ഗ്രാമമാണെന്ന് ഈ പറഞ്ഞിട്ടുള്ള മേച്ചിൽപ്പുറം സത്യാഗ്രഹം നടന്നത്. ക്വസ്റ്റ്യൻ വളരെ കുറച്ചേ ഉള്ളൂ. ഇനി തോൽവിറക് സത്യാഗ്രഹത്തിന്റെ കേസ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതിന് ഡേറ്റ് ചോദിച്ചത് 15th November ആണ്. എന്ത്? 15th November 1946 ആണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള തോൽവിറക് സമരം നടന്നത്. ഇതിന്റെ ലീഡർ ആരായിരുന്നു? കാർത്യായനി അമ്മയാണ്. കാർത്യായനി അമ്മയാണ് എന്ത്? നമ്മുടെ തോൽവിറക് സമരത്തിലെ ലീഡർ കാർത്യായനി അമ്മയാണ്. ഇത് എവിടെയാണ് നടന്നത്? ചീമേനിയാണ് സ്ഥലമേ. കാസർഗോഡ് ചീമേനിയിലാണ് എന്ത് നടക്കുന്നത്? തോൽവിറക് സത്യാഗ്രഹ സമരം നടക്കുന്നത്. ഓർത്തിരിക്കുക, കാർത്യായനി അമ്മയാണ് ലീഡർ. കാസർഗോഡ് ചീമേനിയിലാണ് എന്ത് നടന്നത്? തോൽവിറക് സമരം നടന്നത്. ഇനി ഈ പറഞ്ഞ കൂട്ടങ്ങളോടെ തീരുമ്പോൾ അതിനൊന്നും കുഞ്ഞു സത്യാഗ്രഹം എല്ലാം തീരുകയാണ്. ഇവിടെ കൂട്ടങ്ങളോ സ്ട്രൈക്കിന്റെ കേസ് ചോദിച്ചിട്ടുള്ളത് ഇത് എവിടെയാണ് നടന്നെന്ന് ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ്? ഇരിഞ്ഞാലക്കുടയാണ് കേട്ടോ. ഇരിഞ്ഞാലക്കുടയാണ് നോക്കിയിരിക്കുക. ഇരിഞ്ഞാലക്കുടയിലെ കൂടൽമാണി ക്ഷേത്രമുണ്ട്. ഈ പറഞ്ഞ ഇരിഞ്ഞാലക്കുടയിലെ കൂടൽമാണി ക്ഷേത്രത്തിൽ നടന്ന ഒരു സ്ട്രൈക്കാണെന്ന് ഈ പറഞ്ഞിട്ടുള്ള കൂട്ടംകുളം സ്ട്രൈക്ക്. ഇതിന്റെ ലീഡറിന്റെ പേര് ചോദിച്ചിട്ടുണ്ട്. P.K. ചാത്തൻ മാസ്റ്റർ ആണ്. ആരാണ്? P.K. ചാത്തൻ മാസ്റ്റർ ആയിരുന്നു എന്ന് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ കൂട്ടംകുളം സ്ട്രൈക്കിന്റെ ലീഡർ. അപ്പൊ ഇത്രയുമാണ് ഈ പറഞ്ഞിട്ടുള്ള മൈനർ ആയിട്ടുള്ള കുറെ സ്ട്രൈക്സ് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ പറഞ്ഞ പാലി സത്യാഗ്രഹവും അതുപോലെ തന്നെ നമ്മുടെ ഉത്തരവാദ ഭരണ പ്രശ്നയുടെ കയ്യിൽ തീരുമേ. ഇനി 1947 ആണ് എന്ത്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പാലിയം സത്യാഗ്രഹം. എന്താണ്? പാലിയം സത്യാഗ്രഹം എന്ന് പറയുമ്പോഴത്തേന് 1947 ആണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇൻഡിപെൻഡൻസിന് ശേഷം നടന്ന ഒരു മേജർ സ്ട്രൈക്കാണ്. ഫസ്റ്റ് സ്ട്രൈക്കാണ് എന്ത്? കേരളത്തിൽ ഇൻഡിപെൻഡൻസിന് ശേഷം നടന്ന ഫസ്റ്റ് സ്ട്രൈക്കാണ് എന്ത്? പാലിയം സത്യാഗ്രഹം. ഒന്നുമില്ല, ഇത് ഇതുപോലെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എറണാകുളത്ത് പാലിയത്തച്ഛന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ള റോഡിൽ കൂടെ എന്താണ് ഈ പറഞ്ഞ താഴെ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അതിനെ പ്രമാണിച്ച് നടന്നൊരു പ്രശ്നമാണ് ഈ പറഞ്ഞ സത്യാഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്കിന്. ഇതിന്റെ ലീഡർ C. കേശവനാണ് കേട്ടോ. എറണാകുളത്ത് ചെന്നമംഗലത്ത് വെച്ചിട്ട് C. കേശവനാണ് സത്യാഗ്രഹം ഇനാഗുറേറ്റ് ചെയ്ത് നോക്കിയിരിക്കുക. അതുപോലെ A.K. വേലായുധനാണ് ഇതിന്റെ മരിച്ചുപോയ മാർട്ടിറാണ്. A.K. വേലായുധനാണ് എന്ത്? നമ്മുടെ പാലിയം സത്യാഗ്രഹത്തിന്റെ മാർട്ടിയർ, രക്തസാക്ഷിയാണെന്ന് വെച്ചാൽ ആരാണത്? A.K. വേലായുധനാണ്. ഈ പറഞ്ഞ ക്ഷേത്ര പ്രവേശന സ്വാതന്ത്ര്യം അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്ന അമ്പലത്തിന്റെ അടുത്തുള്ള വഴി കൂടെ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഈ ഹയർ കാസ്റ്റ് ഉള്ള ആൾക്കാരുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഒന്നും ലോവർ കാസ്റ്റ് നടന്നത്. അപ്പൊ അതിനെതിരെ നടന്നതാണ്. A.K. വേലായുധനാണെന്ന് പാലി സത്യാഗ്രഹത്തിന്റെ മാർട്ടിയർ നോക്കിയിരിക്കുക. C. കേശവനാണ് ഇതിന്റെ ലീഡർ എന്ന് പറയുമ്പോഴത്തേക്കിന് സൗഹൃദ മാർച്ച് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്രാഹ്മണ മാർച്ച് ഉണ്ട് കേട്ടോ. ബ്രാഹ്മൺ മാർച്ച് കൊണ്ട് ഒരു സൗഹൃദ മാർച്ച് നടത്തുന്നുണ്ട്. ആര്യ പള്ളമാണ് എന്ത്? നമ്മുടെ സൗഹൃദ മാർച്ച് നടത്തുന്ന ആരാണ്?
ആര്യ പള്ളമായിരുന്നു. നമ്മുടെ ബ്രാഹ്മൺ മാർച്ചിന്റെ ലീഡർ ആരായിരുന്നു? ആര്യ പള്ളമായിരുന്നു. ഓർത്തിരിക്കുക. സൗഹൃദ മാർച്ചിന്റെ ലീഡർ ആണ് ആര്? കൗസല്യ കേട്ടോ. കൗസല്യാണ് എന്ത്? കൗസല്യാണ് നമ്മുടെ സൗഹൃദ മാർച്ചിന്റെ ലീഡർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഒത്തിരി ഒന്നുമില്ല. ഈ പറഞ്ഞിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ നടന്ന ഫസ്റ്റ് സ്ട്രൈക്കാണ് പാലൻ സ്ട്രൈക്ക് സത്യാഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്ക് സി കേശവനാണ് ലീഡർ. AK വേലായുധനാണ് അവിടുത്തെ മാർട്ടിയർ. നോത്തിരിക്കുക. ബ്രാഹ്മണ മാർച്ച് നടന്നത് ആര്യപ്പള്ളമാണ്. സൗഹൃദ മാർച്ച് നടന്നത് ആരാണ്? കൗസല്യാണ്. അപ്പൊ ഇത്രയും ഓർത്തിരിക്കും. പിന്നെ നെക്സ്റ്റ് എന്താണ്? ഉത്തരവാദ ഭരണ പ്രക്ഷോഭം കേട്ടോ. ഉത്തരവാദ ഭരണ പ്രക്ഷോഭമാണ് അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക്. ഇതെന്ന് പറയുമ്പോൾ ട്രാവൻകൂറിലും കൊച്ചിയിലും നമ്മുടെ ഡെമോക്രസി നിലനിർത്താൻ അല്ലെങ്കിൽ അത് വീണ്ടെടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സമരമാണെന്ത്? ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. എന്താണ്? ട്രാവൻകൂറിലും കൊച്ചിയിലും എന്താണ് ഡെമോക്രസി നിലനിർത്താൻ വേണ്ടി നടന്ന സ്ട്രൈക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഉത്തരവാദ ഭരണ പ്രക്ഷോഭമാണ്. ഇനി ട്രാവൻകൂറിൽ ഈ പറഞ്ഞിട്ടുള്ള ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നയിച്ചതാണ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ്. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ് എന്ത്? ട്രാവൻകൂറിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നയിച്ചത് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ്. ഇതെന്താണ്? നിയമലംഘനമായിരുന്നു. എന്ത്? നിയമലംഘനമായിരുന്നു. ഇവര് എടുത്ത സമര രീതി എന്തായിരുന്നു? നിയമലംഘനമായിരുന്നു. അടുത്ത വേറെ ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയുമോ? ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ് ഈ നിയമലംഘനം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള കേരള സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്നുള്ള ഒരു പൊസിഷൻ മാറിയിട്ട് ഡിക്റ്റേറ്റർ എന്നുള്ളൊരു പദവിയാണ്. വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് ഡിക്റ്റേറ്റർ. കേരള സ്റ്റേറ്റ് കോൺഗ്രസിന് പ്രസിഡന്റ് എന്നുള്ള പദവി മാറിയിട്ട് ഈ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം കാരണം വന്ന പദവിയാണ് എന്താണ്? ഡിക്റ്റേറ്റർ എന്നാണ്. ഓർത്തിരിക്കുക. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കിന് പട്ടം താണുപിള്ളയാണ് എന്ത്? ഫസ്റ്റ് ഡിക്റ്റേറ്റർ. പട്ടം താണുപിള്ള ആയിരുന്നു എന്ത്? ഫസ്റ്റ് ഡിക്റ്റേറ്റർ. മറന്നുപോയത്. പട്ടം താണുപിള്ളയായിരുന്നു ഫസ്റ്റ് ഡിക്റ്റേറ്റർ. പട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്? NK പത്മനാഭപിള്ള. ആരാണ്? NK പത്മനാഭപിള്ള രണ്ടാമത്തെ ഡിക്റ്റേറ്റർ ആണ് കേട്ടോ. പത്മനാഭപിള്ള. NK പത്മനാഭപിള്ളയാണ് എന്ത്? സെക്കൻഡ് ഡിക്റ്റേറ്റർ. മറന്നുപോയത്. ഫസ്റ്റ് ഡിക്റ്റേറ്റർ ആയിട്ട് വരുന്ന പട്ടം താണുപിള്ളയാണ്. സെക്കൻഡ് ഡിക്റ്റേറ്റർ ആരാണ്? NK പത്മനാഭപിള്ളയാണെന്ന് ഓർത്തിരിക്കുക. ഇതെന്ന് പറയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞിട്ടുള്ള ഇതിനി എന്ത് ചെയ്യുമാറ്? ഈ NK പത്മനാഭപിള്ളയെ ഇവരെ അറസ്റ്റ് ചെയ്യും. അതിന്റെ ഭാഗമായിട്ടുണ്ടായ വെടിവെപ്പാണ് എന്ത്? നെയ്യാറ്റിൻകര വെടിവെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഉത്തരവാദ ഭരണ പ്രക്ഷോഭമായിട്ട് ബന്ധപ്പെട്ടതാണ്. NK പത്മനാഭപിള്ളയെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ത് നടക്കുന്നത്? നെയ്യാറ്റിൻകര വെടിവെപ്പ് നടക്കുന്നത്. ഇതില് ഒരാൾ മരിച്ചു. അപ്പൊ ഈ പറഞ്ഞ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ രക്തസാക്ഷിയാണെന്ന് വെച്ചാൽ ആരാണ്? രാഘവനാണ് കേട്ടോ. ആരാണ്? രാഘവനാണ്. ഇവിടുത്തെ മാറ്ററാണ്. രാഘവനാണെന്ന് ഓർത്തിരിക്കുക. ഇത് പറയുമ്പോഴത്തേക്ക് 2-3 മാർച്ച് ഉണ്ടല്ലോ. ഒന്നാണ് രാജധാനി മാർച്ച്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പറഞ്ഞിട്ടുള്ള രാജധാനി മാർച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ആരാണ് നടത്തുന്നത്? നമ്മുടെ അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാനാണ് എന്തോ ചെയ്യുന്നത്? രാജധാനി മാർച്ച് നടത്തുന്നത്. എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ തമ്പാനൂർ തൊട്ട് കവടിയാർ വരെയാണ് എന്ത് നടത്തുന്നത്? രാജധാനി മാർച്ച് നടത്തുന്നത്. ആരാണ്? അക്കാമ ചെറിയാണ് രാജധാനി മാർച്ച് ലീഡ് ചെയ്തത്. തമ്പാനൂർ തൊട്ട് കവടിയാർ വരെയായിരുന്നു. ഇനി അടുത്ത സംഭവമാണെന്ത്? ഈ പറഞ്ഞ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം കാരണം ബാൻ ചെയ്യപ്പെട്ട പാർട്ടികൾ ഏതൊക്കെയാണ്? ഒന്ന് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ്. രണ്ടാമത്തെ എന്താണ്? യൂത്ത് ലീഗ് കേട്ടോ. യൂത്ത് ലീഗിനെയും ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെ ഇവർ എന്തോ ചെയ്യുന്നുണ്ട്? ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ സമയത്ത് ബാൻ ചെയ്യുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. ഇനി എന്ന് പറയുമ്പോഴത്തേക്കിന് കൊച്ചിയിൽ ഉത്തരവാദ ഭരണം വന്നത് എപ്പോഴാണ്? ഉത്തരവാദ ദിനമായിട്ട് ആചരിക്കുന്നത് എന്താണ്? രണ്ടും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. എന്താണ്? 29th ജൂലൈ 1946 ആണ് ഇവര് ഉത്തരവാദ ഭരണ ദിനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇനി ഇത് കൊച്ചിയാണ്. 29th ജൂലൈ 1946 കൊച്ചിയുടെ ഉത്തരവാദ ഭരണ ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. ഇനിയും ഉത്തരവാദ എന്താണ്? ഭരണ ഗവൺമെന്റ് കൊച്ചിയിൽ നേടുന്ന വർഷം ഏതാണ്? 14 ഓഗസ്റ്റ് 1947 ആണ് കേട്ടോ. 14 ഓഗസ്റ്റ് 1947 ആണ് ഇത് ഈ പറഞ്ഞിട്ടുള്ള ഉത്തരവാദ ഭരണ ഗവൺമെന്റ് ഇവിടെ നിലവിൽ വരുന്നത്? കൊച്ചിയിൽ വരുന്നത്. ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞ PDF-നകത്ത് ഇതിനേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ അത് ഒന്നുകൂടെ നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഒന്ന് ഓർത്തിരിക്കുക. നെയ്യാറ്റിൻകര വെടിവെപ്പിന്റെ കാര്യം ഓർത്തിരിക്കുക. അത് ഈ പറഞ്ഞ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രാഘവനാണ് മരിച്ചു പോകുന്നത്. ഇനി ഇതിനകത്ത് ഫസ്റ്റ് ഡിക്റ്റേറ്റർ പട്ടം താണുപിള്ളയാണ്. സെക്കൻഡ് ഡിക്റ്റേറ്റർ ആണ് NK പത്മനാഭപിള്ളയാണ് ഓർത്തിരിക്കുക. പുള്ളിയെ അറസ്റ്റ് ചെയ്യുന്ന ഭാഗമാണ് നെയ്യാറ്റിൻകര വെടിവെപ്പ് നടക്കുന്നത്. ഇവരെ എടുക്കുന്ന സമരരീതി നിയമലംഘനമാണെന്ന് ഓർത്തിരിക്കണം. ഈ പറഞ്ഞിട്ടുള്ള എന്താണ്? രാജധാനി മാർച്ച് അക്കാമ ചെറിയന്റെയാണ്. നമുക്കറിയാം എവിടെ നിന്നിട്ടാണ്? നമ്മുടെ തമ്പാനൂർ കവടിയാറാണെന്ന് ഓർത്തിരിക്കുക. കൊച്ചിയിലെ ഉത്തരവാദ ഭരണ ദിനമായിട്ട് 29 ജൂലൈ 1946 ആണ്. അവിടെ ഉത്തരവാദ ഭരണ ഗവൺമെന്റ് വരുന്നത് എന്നാണ്? 14 ഓഗസ്റ്റ് 1947 ആണ്. അപ്പൊ ഇത്രയുമാണ് ഈ പറഞ്ഞിട്ടുള്ള സോഷ്യോ പൊളിറ്റിക്കൽ റീഫോം മൂവ്മെന്റ്സ് ഇൻ കേരള എന്നുള്ള സംഭവത്തിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം. ഞാൻ പറഞ്ഞു ഇതിനകത്ത് പറഞ്ഞ മലബാർ
മലബാർ റിപ്പോർട്ട് എന്നുള്ള സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ എടുത്തിട്ടില്ല. അത് നിങ്ങൾ നോക്കണം. മലബാർ റിപ്പോർട്ടും അതുപോലെ തന്നെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ സെക്ഷൻ നോക്കുക. എനിക്ക് ടൈമിന്റെ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ക്ലാസ് എന്നും എടുക്കാത്തത്. അപ്പോൾ ഓർത്തിരിക്കുക, ഞാൻ കണ്ടിന്യൂസ് എടുക്കാൻ നോക്കാം. ഞാൻ ഈ പറഞ്ഞ മാത്സിന്റെ ക്ലാസ് എന്തായാലും എടുത്താലേ പറ്റുള്ളൂ. അപ്പോൾ അത് എന്തായാലും എടുക്കും. നോക്കുക, നിങ്ങൾ ഇത് നോക്കുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മുടെ PDF കിടപ്പുണ്ട്. നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.